തൃശൂർ കോർപ്പറേഷനിലും ഇത്തവണ വിമതശല്യം രൂക്ഷമാണ്. UDF-ന് 6 വിമതരും LDF-ന് 4 വിമതരും ഉണ്ട്. ഇരിങ്ങാലക്കുടയിൽ നഗരസഭയിൽ കോൺഗ്രസിനെതിരെ കേരള കോൺഗ്രസ് 2 ഇടത്താണ് മത്സരിക്കുന്നത്. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, വിമതന്റെ ശക്തി കഴിഞ്ഞ ദിവസം തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ഏവരും കണ്ടതാണ്. ഇത്തവണ ഏതൊക്കെ ഇടങ്ങളിൽ ഏതൊക്കെ ഡിവിഷനുകളിലാണ് ഇപ്പോൾ വിമതശല്യം രൂക്ഷമായിട്ടുള്ളത്? ഏതൊക്കെ മുന്നണികളെ അത് ബാധിക്കുന്നുണ്ട്? അതായത് എല്ലാ മുന്നണികളെയും കൃത്യമായി ബാധിക്കുന്ന തരത്തിലാണ് ഇത്തവണ വിമതരുടെ മത്സരം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് 10 ഇടത്താണ്, അതായത് 11 ഇടത്താണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ വിമതർ മത്സരിക്കുന്നത്. കോർപ്പറേഷൻ്റെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. അതായത് UDF-നെതിരെ 6 ഇടത്ത് വിമതർ മത്സരിക്കുന്നുണ്ട്. LDF-നെതിരെ 4 ഇടത്തും. BJP-യുടെ നിലവിലത്തെ അവരുടെ സിറ്റിംഗ് സീറ്റായ വടൂക്കരയിലും അവിടെയും ഇത്തരത്തിൽ ഒരു വിമത സ്ഥാനാർത്ഥി നിലവിൽ ഉണ്ട്. എടക്കുന്നി, ഒല്ലൂർ സെൻറ്റർ, കുരിയച്ചിറ, മിഷൻ കോട്ടേഴ്സ്, പാട്രായ്ക്കൽ, പൂത്തോള് എന്നിവിടങ്ങളിലാണ് UDF-ന് വിമത സ്ഥാനാർത്ഥികൾ ഉള്ളത്. കോട്ടപ്പുറം, കൃഷ്ണാപുരം, പാവർട്ടി, പടവരാട് എന്നിവിടങ്ങളിലാണ് LDF-ന് വിമതർ ഉള്ളത്. അതുപോലെ തന്നെ BJP ജയം പ്രതീക്ഷിക്കുന്ന സിറ്റിംഗ് സീറ്റ് അല്ല, നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. BJP ഏറ്റവും അധികം ജയം പ്രതീക്ഷിക്കുന്ന അവരുടെ വോട്ട് ഓരോ വർഷം തോറും കൂടിക്കൂടി വരുന്ന ഒരു ഇടമാണ് വടൂക്കര എന്ന് പറയുന്നത്. വടൂക്കര വാർഡിലും ഇത്തരത്തിൽ ഇത്തവണ BJP-ക്ക് ഒരു വിമത സ്ഥാനാർത്ഥിയായി BJP വിട്ടുവന്ന ഒരു വ്യക്തി കൂടിയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ മറ്റിടങ്ങളിലും സമാനമായ ഒരു അവസ്ഥ തന്നെയാണ്. ഇരിങ്ങാലക്കുടയിൽ 2 ഇടത്ത് UDF-ന്റെ മുന്നണിയിൽ തന്നെയുള്ള കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ 2 ഇടത്ത് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലും 1 ഇടത്ത് ഈ UDF-ന് ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. മാത്രമല്ല ചാവക്കാടും അതുപോലെ തന്നെ കടപ്പുറം പഞ്ചായത്തിലും ഒക്കെ തന്നെ വലിയ തോതിൽ വിമതരുടെ ശല്യം നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് മുന്നണികളെ കാര്യമായി ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാ ജില്ലകളിലും പോലെ തൃശ്ശൂർ കോർപ്പറേഷൻ വ്യത്യസ്തമായ ഒരു കോർപ്പറേഷനാണ്. കഴിഞ്ഞ തവണ അവിടെ വിമതനായി മത്സരിച്ച ആളുടെ ബലം ആ കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് എത്തിയ MK വർഗീസിന്റെ ഇനി അടുത്ത കരുനീക്കമൊക്കെ എന്താണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. അവിടെയും വിമതശല്യം നന്നായി ബാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.